Welcome to Science of Economics. I am Dr. Sajini Jayaprasad. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ രണ്ടാം ചാപ്റ്ററായ കളക്ഷൻ ഓഫ് ഡേറ്റയുടെ തേർഡ് പാർട്ടിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. ഈ ചാപ്റ്ററിലെ തന്നെ രണ്ട് സുപ്രധാന ഭാഗങ്ങളായ സോഴ്സസ് ഓഫ് ഡേറ്റയും അതുപോലെ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്നതിനുള്ള മെത്തേഡ്സും ഈ ചാപ്റ്ററിൻ്റെ ആദ്യ രണ്ട് പാർട്ടുകളിലായി നിങ്ങൾ പഠിച്ചുവല്ലോ. ഈ വീഡിയോയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ നടത്തുന്നതിനുള്ള മെത്തേഡ്സ്, അതായത് സെൻസസ് സർവേയും സാമ്പിളിംഗ് സർവേയും സംബന്ധിച്ച വിവരങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ദ സ്ട്രക്ചർ ഓഫ് ലേണിംഗ് ദ ടോപ്പിക് ഈസ് സംവാട്ട് ലൈക്ക് ദിസ്. സെൻസസ് രീതിയും സാമ്പിളിംഗ് രീതിയും എന്താണെന്നും അവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും അതുപോലെ അവയുടെ ഗുണദോഷങ്ങൾ താരതമ്യം ചെയ്യുകയുമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ശേഷം സാമ്പിളിംഗ് ടെക്നിക്സ്, സാമ്പിളിംഗ് സങ്കേതങ്ങളുടെ വിശദാംശങ്ങളിലേക്കാണ് കടക്കുന്നത്. അതുപോലെ തന്നെ അവസാന ഭാഗത്ത് സാമ്പിളിംഗ് എറേഴ്സും നോൺ സാമ്പിളിംഗ് എറേഴ്സും തമ്മിലുള്ള വ്യത്യാസവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരി, സെൻസസ് ആൻഡ് സാമ്പിൾ സർവേയിലേക്ക് നമ്മൾ കടക്കുകയാണ്. മുൻ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ പ്രാഥമിക ഡേറ്റ ശേഖരണത്തിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സർവേ. സർവേകൾ പൊതുവെ രണ്ട് തരമാണ്. അതിനു മുമ്പ് ആദ്യം സർവേ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സർവേ ഈസ് എ മെത്തേഡ് ഓഫ് ഗ്യാതറിംഗ് ഇൻഫർമേഷൻ ഫ്രം പോപ്പുലേഷൻ. പോപ്പുലേഷനിൽ നിന്നും ആവശ്യമുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് സർവേ എന്ന് പറയുന്നത്. The purpose of the survey is to collect data. Survey can be done in two ways. സർവേ രണ്ടു തരത്തിലുണ്ട്, സെൻസസ് സർവേയും സാമ്പിൾ സർവേയും. Both are suitable in different cases and the knowledge of these methods is important to understand when to apply which method. ആദ്യം സെൻസസ് സർവേ ഓർ കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എ സർവേ വിച്ച് ഇൻക്ലൂഡ്സ് എവറി എലമെന്റ് ഓഫ് ദ പോപ്പുലേഷൻ ഈസ് നോൺ ആസ് സെൻസസ് സർവേ. ഇറ്റ് ഈസ് ദ കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ് ഓഫ് കളക്ടിംഗ് ഡേറ്റ. അണ്ടർ ദിസ് മെത്തേഡ് ഡേറ്റ ആർ കളക്റ്റഡ് ഫ്രം എവറി എലമെന്റ് ഓഫ് ദ പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ്. പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും ഡേറ്റ ശേഖരിക്കുന്ന രീതിയാണ് സെൻസസ് രീതി. ദ പോപ്പുലേഷൻ സെൻസസ് കണ്ടക്റ്റഡ് ഇൻ ഇന്ത്യ വൺസ് ഇൻ എവറി 10 years ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെൻസസ് സർവേ. ഇന്ത്യയിൽ ഓരോ 10 വർഷത്തിലും നടത്തപ്പെടുന്ന ജനസംഖ്യാ കണക്കെടുപ്പ് സെൻസസ് സർവേക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ്. ഹിയർ എ ഹൗസ് ടു ഹൗസ് എൻക്വയറി ഈസ് ക്യാരിഡ് ഔട്ട് കവറിംഗ് ഓൾ ഹൗസ് ഹോൾഡ്സ്. അടുത്തതായി സെൻസസ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എന്തെല്ലാമാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ആദ്യമായി അഡ്വാൻറ്റേജസ്. ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിസൾട്ട്സ് വിൽ ബി ഹൈലി ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ. വിവരങ്ങൾ കൃത്യവും വിശ്വാസ്യവുമായിരിക്കും. ഇറ്റ് കവേഴ്സ് ദ എൻറ്റയർ പോപ്പുലേഷൻ. യെസ്, under census method we can study each unit in detail. പോപ്പുലേഷനിലെ മുഴുവൻ യൂണിറ്റിനെയും പറ്റി വിശദമായി പഠിക്കുവാൻ കഴിയുന്നു. അഡീഷണൽ ഇൻഫർമേഷൻ ഈസ് ടു ബി ഒബ്റ്റൈൻഡ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കും സെൻസസ് മെത്തേഡ് വഴി. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം സാമ്പിളിംഗ് എറേഴ്സ്. സാമ്പിൾ എടുക്കുമ്പോഴുള്ള പിഴവുകൾ ഒഴിവാകുന്നു. യൂസ്ഫുൾ ഫോർ ഫ്യൂച്ചർ സ്റ്റഡീസ്. ഇനി അവയുടെ പ്രധാനപ്പെട്ട ഡിസ്അഡ്വാൻറ്റേജസ്, പരിമിതികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. ധാരാളം സമയം വേണ്ടിവരും സർവേ പൂർത്തിയാക്കാൻ. ഹൈലി എക്സ്പെൻസീവാണ്. ചെലവ് വളരെ കൂടുതലായിരിക്കും. ലാർജ് നമ്പർ ഓഫ് എന്യൂമറേറ്റേഴ്സ് റിക്വയർഡ്. ധാരാളം എന്യൂമറേറ്റർമാർ വേണ്ടിവരും. Inappropriate if the study of an item destroys that unit. ഒരു വിഷയത്തിൻ്റെ പഠനം അതിനെ നശിപ്പിക്കുന്ന പക്ഷം ഈ രീതി ശരിയാവുകയില്ല.
ഒരു ചോക്കിൻ്റെ ശക്തി പരീക്ഷിക്കുന്നതിനായി അത് പൊടിക്കുന്നത് ഉദാഹരണമായി നമുക്കെടുക്കാം. ഇഫ് ദ പോപ്പുലേഷൻ ഈസ് ഇൻഫിനിറ്റ്, സെൻസസ് മെത്തേഡ് ഈസ് നോട്ട് പോസിബിൾ. അനന്തമായ പോപ്പുലേഷന് ഈ രീതി അപ്ലൈ ചെയ്യുവാൻ സാധിക്കുകയില്ല. അടുത്തതായി സാമ്പിൾ സർവേ. എ സർവേ which includes a representative part of the population is known as sample survey. A sample refers to a group or section of population from which information is to be obtained. പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് പാർട്ടാണ് സാമ്പിൾ. സാമ്പിൾ ഈസ് സ്മോളർ ദാൻ പോപ്പുലേഷൻ. പോപ്പുലേഷനിൽ നിന്നും സാമ്പിളിനെ തിരഞ്ഞെടുക്കുന്ന രീതിയെ സാമ്പിളിംഗ് എന്ന് പറയുന്നു. ദാറ്റ് മീൻസ് സാമ്പിളിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് സെലക്ടിംഗ് ദ റിക്വയർഡ് നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ എ പോപ്പുലേഷൻ. അതുപോലെ ഒരു സാമ്പിളിലുള്ള യൂണിറ്റുകളുടെ എണ്ണത്തെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നു. ഇഫ് ഡേറ്റ ഓർ ഇൻഫർമേഷൻ ഈസ് കളക്റ്റഡ് ഫ്രം സാമ്പിൾസ് ഓൺലി, such method of data collection is called sample survey. പോപ്പുലേഷനിലെ തിരഞ്ഞെടുത്ത ചില യൂണിറ്റുകളിൽ നിന്നും മാത്രം ഡേറ്റ ശേഖരിക്കുന്ന രീതിയാണ് സാമ്പിളിംഗ്. രക്തപരിശോധന, ചോറിൻ്റെ വേവ് മനസ്സിലാക്കൽ, പഴങ്ങളുടെയും പലഹാരത്തിൻ്റെയും ഗുണമേന്മ പരിശോധിക്കൽ തുടങ്ങിയവയ്ക്കെല്ലാം ഈ രീതിയാണ് ഉപയോഗിക്കുന്നത്. ഇൻ ഇന്ത്യ, sample surveys are conducted by NSSO. സെൻസസ് സാമ്പിൾ സർവേകൾ തമ്മിലുള്ള വ്യത്യാസം ഒരു ചെറിയ ഉദാഹരണത്തിൽ കൂടി കുറച്ചുകൂടി വ്യക്തമാക്കാം. 60 വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോളജുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിലെ 60 വിദ്യാർത്ഥികളിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്ത് പഠനം നടത്തിയാൽ അത് സെൻസസ് രീതിയായിരിക്കും. കാരണം ഇവിടെ ഇൻഫർമേഷൻ ഈസ് കളക്റ്റഡ് ഫ്രം എവറി എലമെന്റ് ഓഫ് പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ്. എന്നാൽ ക്ലാസ്സിലെ 20 വിദ്യാർത്ഥികളിൽ നിന്ന് മാത്രം ഡേറ്റ കളക്ട് ചെയ്ത് പഠനം നടത്തിയാൽ അത് സാമ്പിൾ രീതിയായിരിക്കും. കാരണം ഇവിടെ ഇൻഫർമേഷൻ ഈസ് കളക്റ്റഡ് ഫ്രം only representative part of the population. We know that most of the surveys are sample surveys because of its merit. എന്തൊക്കെയാണ് സാമ്പിൾ സർവേയുടെ മെറിറ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. It provides reasonably reliable and accurate information. തെരഞ്ഞെടുത്ത യൂണിറ്റുകളിൽ നിന്ന് മാത്രം ഡേറ്റ ശേഖരിക്കുന്നതിനാൽ ഇൻഫർമേഷന് കൃത്യതയും വിശ്വാസ്യതയും ഉണ്ടായിരിക്കും. ലെസ് ടൈം ആൻഡ് എഫേർട്ട്, കുറച്ച് സമയം മതി എന്നതും അതുപോലെ തന്നെ ജോലിഭാരം കുറയുന്നു എന്നതും ഈ മെത്തേഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെറിറ്റാണ്. സിൻസ് ഓൺലി എ പാർട്ട് ഓഫ് ദ പോപ്പുലേഷൻ ഈസ് സ്റ്റഡീഡ്, കൺസിഡറബിൾ ടൈം ആൻഡ് ലേബർ ക്യാൻ ബി സേവ്ഡ്. ഇത് ലെസ് എക്സ്പെൻസീവ് മെത്തേഡാണ്. The financial burden of sample survey is generally less than that of complete enumeration method. More detailed information can be collected. കുറച്ച് യൂണിറ്റുകൾ മാത്രം പരിഗണിക്കുന്നതിനാൽ വിശദമായ പഠനം സാധ്യമാണ്. Smaller team of enumerators is needed. കുറച്ച് എന്യൂമറേറ്റർമാർ മാത്രം മതി. Indispensable method in certain cases. In many cases, sample is the only practical way. For example, testing the life of bulbs. Another example is blood testing. A drop of blood from human body is taken as a sample for testing. Here, census method is impossible to adopt. Similarly, testing the taste of fruits can be done only by sample method. മറ്റൊരു മെറിറ്റാണ് പോസിബിൾ ഇഫ് ദ പോപ്പുലേഷൻ ഈസ് ഇൻഫിനിറ്റ്. അനന്തമായ പോപ്പുലേഷന് പറ്റിയ ഒരു രീതിയാണിത്.
ഇനി ഈ രീതിയുടെ ഡിസഡ്വാൻറ്റേജസ്, കോട്ടങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇറ്റ് റിക്വയേഴ്സ് ദ സർവീസസ് ഓഫ് എക്സ്പേർട്സ്, സാമ്പിളിംഗ് എറർ, personal bias. If information is required for every element, this method is not possible. അടുത്തതായി സെൻസസ് മെത്തേഡും സാമ്പിളിംഗ് മെത്തേഡും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. സെൻസസ് മെത്തേഡ്, എവറി യൂണിറ്റ് ഓഫ് പോപ്പുലേഷൻ ആർ സ്റ്റഡീഡ്. അതേസമയം സാമ്പിളിംഗ് മെത്തേഡിൽ few units of population are studied. സെൻസസ് മെത്തേഡിൽ റിലയബിൾ ആൻഡ് ആക്യുറേറ്റ് റിസൾട്ട്സ് ആയിരിക്കും. അതേസമയം സാമ്പിളിംഗ് മെത്തേഡിൽ മോർ ചാൻസസ് ഫോർ എറേഴ്സ്. സെൻസസ് മെത്തേഡ് എക്സ്പെൻസീവ് മെത്തേഡാണ്. സാമ്പിളിംഗ് മെത്തേഡ് ലെസ് എക്സ്പെൻസീവ് മെത്തേഡാണ്. അതുപോലെ സെൻസസ് മെത്തേഡ് ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സാണ്. അതേസമയം സാമ്പിളിംഗ് മെത്തേഡ് ഫാസ്റ്റ് പ്രോസസ്സാണ്. സെൻസസ് മെത്തേഡ് സ്യൂട്ടബിൾ വെൻ പോപ്പുലേഷൻ ഈസ് ഹോമോജീനിയസ് നേച്ചർ. അതേസമയം സാമ്പിളിംഗ് മെത്തേഡ് സ്യൂട്ടബിൾ വെൻ പോപ്പുലേഷൻ ഈസ് ഹെട്രോജീനിയസ് നേച്ചർ. സെൻസസ് മെത്തേഡ് ടേക്സ് മോർ മാൻ പവർ. സാമ്പിളിംഗ് മെത്തേഡ് ടേക്സ് ലെസ് മാൻ പവർ. In the case of census method, detailed study of all items is not possible when there are many items. In the case of sample method, detailed study of all items is possible as the number of items is less. ഇനി നമ്മൾക്ക് പഠിക്കുവാനുള്ള ഭാഗം ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഓർ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. സാമ്പിളിംഗ് രീതികൾ അഥവാ സാമ്പിളിംഗ് സങ്കേതങ്ങൾ എന്നതാണ്. സാമ്പിളിംഗ് മെത്തേഡ് ഈസ് എ പ്രൊസീജിയർ ഫോർ സെലക്ടിംഗ് സാമ്പിൾ ഫ്രം എ പോപ്പുലേഷൻ. അക്കോർഡിംഗ് ടു ദ സെലക്ഷൻ ഓഫ് സാമ്പിൾസ്, സാമ്പിൾ സർവേ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ടു. ദേ ആർ റാൻഡം സാമ്പിളിംഗ് ആൻഡ് നോൺ റാൻഡം സാമ്പിളിംഗ്. സാമ്പിളിംഗ് രീതികൾ രണ്ടു വിധത്തിലുണ്ട്, യാദൃച്ഛികവും യാദൃച്ഛികമല്ലാത്തതും. ഒന്നാമതായി പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ഓർ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്സ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഈസ് ഓൾസോ നോൺ ആസ് റാൻഡം സാമ്പിളിംഗ് ഓർ ചാൻസ് സാമ്പിളിംഗ്. മുൻ നിശ്ചയപ്രകാരമല്ലാതെ യാദൃച്ഛികമായി പോപ്പുലേഷനിൽ നിന്നും സാമ്പിൾ രൂപീകരിക്കുന്ന രീതിയാണ് യാദൃച്ഛിക സാമ്പിൾ അഥവാ റാൻഡം സാമ്പിളിംഗ്. ഇത് രണ്ടു വിധമുണ്ട്. റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്സ് കൺസിസ്റ്റ് ഓഫ് സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ്, റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ്. ഇതിൽ ആദ്യത്തേത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, ലളിതമായ യാദൃച്ഛിക സാമ്പിളിംഗ്. In simple random sampling, each and every unit of the population has an equal chance of being selected as sample. It is also called unrestricted random sampling because units are selected from the population as a whole without any restriction. ഈ രീതിയിൽ സാമ്പിൾ യൂണിറ്റുകളുടെ തിരഞ്ഞെടുപ്പ് രണ്ട് രീതിയിൽ നടത്താം. ലോട്ടറി മെത്തേഡ് ആൻഡ് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ്. ആദ്യമായി ലോട്ടറി മെത്തേഡ്, ലോട്ടറി രീതി, നറുക്കെടുപ്പ് രീതി. ഹിയർ samples are selected with the help of lots. So this method is also called lottery method. Under this method, all the items of the population are numbered or named on separate slips of paper of identical size, shape and color. Then these slips are folded and mixed up in a container. Then a blindfold selection is to be made. Under this method,
all the items of the population have the equal chance of being selected. That means the selection of items depends purely on chance. The method would be clear with the help of an example. If we want to take a sample of 10 persons out of a population of 200, the procedure is simple. ആദ്യം പോപ്പുലേഷനിലുള്ള ആ 200 പേർക്കും ഒരേ നിറവും വലിപ്പവും ആകൃതിയിലുമുള്ള പേപ്പർ കഷ്ണങ്ങളിൽ പേരോ നമ്പറോ നൽകുന്നു. അതിനുശേഷം ഈ പേപ്പർ കഷ്ണങ്ങൾ ഒരേ രീതിയിൽ ചുരുട്ടി ഒരു പാത്രത്തിലിടുന്നു. എത്ര സാമ്പിൾ യൂണിറ്റുകൾ വേണോ അത്രയും, അതായത് നമ്മളുടെ എക്സാമ്പിളിൽ 10 ലോട്ടുകൾ എടുക്കുന്നു. ലോട്ടറി എടുപ്പുകൾക്ക് ഈ രീതി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ലോട്ടറി രീതി എന്ന് പറയുന്നത്. Nowadays, computer programs are used to select random samples. But lottery method becomes difficult when the universe become very large. When lottery method would become inapplicable, the table of random number would be helpful. എന്താണ് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ് എന്ന് നോക്കാം. റാൻഡം നമ്പർ ടേബിൾ രീതി, യാദൃച്ഛിക സംഖ്യാരീതി എന്നും ഇതിന് പറയുന്നു. ഈ രീതിയിൽ സാമ്പിൾ എടുക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള റാൻഡം നമ്പർ ടേബിളുകൾ ഉപയോഗിച്ചാണ്. ഇത്തരം ടേബിളുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ട വിധത്തിലോ സോഫ്റ്റ്വെയർ ആയിട്ടോ നമുക്ക് ലഭിക്കും. യെസ്, റാൻഡം നമ്പേഴ്സ് ഹാവ് ബീൻ പബ്ലിഷ്ഡ് ഇൻ ദ ഫോം ഓഫ് ബുക്സ്. ദേ ക്യാൻ ഓൾസോ ബി ജനറേറ്റഡ് ബൈ യൂസിങ് സോഫ്റ്റ്വെയർ. റാൻഡം നമ്പറുകളുടെ വിവിധ തരത്തിലുള്ള ടേബിളുകളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ടിപ്പെറ്റ്സ് റാൻഡം നമ്പർ ടേബിൾ, ഫിഷർ ആൻഡ് യെയ്റ്റ്സ് റാൻഡം നമ്പർ ടേബിൾ, കെൻഡൽ ആൻഡ് ബാബിംഗ്ടൺ സ്മിത്ത് റാൻഡം നമ്പർ ടേബിൾ, സിയ റാവു, മിത്ര ആൻഡ് മത്തായി റാൻഡം നമ്പർ ടേബിൾ. ഇവയിൽ ടിപ്പെറ്റിൻ്റെ റാൻഡം നമ്പർ ടേബിൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. റാൻഡം നമ്പർ റോ വൈസിലോ കോളം വൈസിലോ വായിക്കാവുന്നതാണ്. ഇതിൻ്റെ ഉപയോഗ രീതി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ക്ലാസ്സിൽ 60 വിദ്യാർത്ഥികളുണ്ട് എന്ന് നമ്മളൊന്ന് സങ്കല്പിക്കുക. അതിൽ നിന്ന് 5 പേരുടെ ഒരു സാമ്പിൾ തിരഞ്ഞെടുക്കണമെന്നും വിചാരിക്കുക. ആദ്യം പോപ്പുലേഷനിലുള്ള 60 യൂണിറ്റുകളെ 1 മുതൽ 60 വരെ നമ്പർ ഇടുന്നു. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ 60 ആണ്. ഇത് 2 അക്ക നമ്പർ ആയതിനാൽ 2 ഡിജിറ്റ് റാൻഡം നമ്പർ ടേബിൾ ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ 60 വരെയുള്ള നമ്പറുകൾ ഇട്ട ശേഷം റാൻഡം നമ്പർ ടേബിളിൻ്റെ ഏതെങ്കിലും പേജ് എടുത്തിട്ട് ഏതെങ്കിലും ദിശയിൽ 60ൽ താഴെയുള്ള നമ്പറുകൾ തിരഞ്ഞെടുക്കുക. സ്ക്രീനിൽ കാണുന്നത് 2 ഡിജിറ്റ് റാൻഡം നമ്പർ ടേബിളാണ്. ഇതിൻ്റെ ആദ്യത്തെ പേജിൻ്റെ 28ാമത്തെ റോയിൽ നിന്നാണ് നിങ്ങൾ തുടങ്ങുന്നത് എന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുക, അവിടെ കാണുന്ന ആദ്യ 5 നമ്പറുകൾ എന്തെല്ലാമാണെന്ന് നോക്കിക്കേ. അതെ, 35, 24, 10, 16, 20 എന്നിവയാണവ. ഈ റാൻഡം നമ്പർ ടേബിൾ അനുസരിച്ച് നമ്മളുടെ ഉദാഹരണത്തിൽ 35, 24, 10, 16, 20 എന്നീ നമ്പറുകളിലുള്ള കുട്ടികളെ ആയിരിക്കും നമ്മൾ സാമ്പിളായി തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് റാൻഡം നമ്പർ ടേബിൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി റാൻഡം സാമ്പിളിങ്ങിൻ്റെ 2ാമത്തെ ടൈപ്പിലേക്ക് പോകാം. നിയന്ത്രിത യാദൃച്ഛിക സാമ്പിളിംഗ്, റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ്. ഇത് 3 തരത്തിലുണ്ട്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആൻഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ആദ്യത്തെ കാറ്റഗറി സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, സ്തരിത സാമ്പിളിംഗ്. ഈ രീതി അനുസരിച്ച് പോപ്പുലേഷനെ ഒരേ സ്വഭാവമുള്ള വിവിധ സ്ട്രാറ്റകളായി, അതായത് അടുക്കുകൾ അഥവാ സ്തരിതങ്ങളായി തിരിക്കുകയാണ്.
അതിനുശേഷം ഓരോ സ്ട്രാറ്റത്തിൽ നിന്ന് യാദൃച്ഛിക സാമ്പിളുകൾ ശേഖരിക്കാം. അടുത്ത മെത്തേഡാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ക്രമബദ്ധമായ സാമ്പിളിംഗ്. A systematic sampling is one in which the first item will be selected at random and then the other units will be selected at equally spaced intervals. ഉദാഹരണത്തിന്, നിങ്ങളുടെ സ്കൂളിലെ NSS യൂണിറ്റിന് 100 അംഗങ്ങളുണ്ടെന്ന് വിചാരിക്കുക. അവരിൽ നിന്നും 10 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. സിസ്റ്റമാറ്റിക് രീതിയിൽ പോപ്പുലേഷനിലുള്ള 100 പേർക്കും 1 മുതൽ 100 വരെയുള്ള നമ്പറുകൾ കൊടുക്കുന്നു. അതിനുശേഷം ആദ്യത്തെ ഒരു യൂണിറ്റ് യാദൃച്ഛിക രീതിയിൽ തിരഞ്ഞെടുക്കണം. ശേഷിച്ച യൂണിറ്റുകൾ ആദ്യത്തെ യൂണിറ്റിൽ നിന്നും തുല്യ അകലത്തിൽ തിരഞ്ഞെടുക്കണം. സപ്പോസ് ദ ഫസ്റ്റ് നമ്പർ സെലക്റ്റഡ് ഈസ് 7. ഇനി ഒരേ ഇടവേളയിൽ അടുത്ത 9 നമ്പറുകൾ കൂടി നമുക്ക് തിരഞ്ഞെടുക്കണം. ഉദാഹരണത്തിന് 10 നിങ്ങൾ നിശ്ചയിക്കുന്ന ഇന്റർവെൽ എങ്കിൽ then every 10th item from 7 are to be taken as samples. They should be 7, 17, 27, 37 and so on. മനസ്സിലായി കാണുമല്ലോ. അടുത്ത മെത്തേഡാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ഓർ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് ഒരു ബഹുതല സാമ്പിളിംഗ് രീതിയാണ്. മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ആണ്. അണ്ടർ ദിസ് മെത്തേഡ് ദ സാമ്പിളിംഗ് പ്രൊസീജിയർ ഗോസ് ഓൺ സെവറൽ സ്റ്റേജസ്. ഉദാഹരണമായി, കേരളത്തിലെ 1000 കുടുംബങ്ങളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കണമെന്ന് കരുതുക. ആദ്യഘട്ടത്തിൽ കേരളത്തെ വിവിധ ജില്ലകളായി വിഭജിക്കുന്നു. അതിനുശേഷം ഏതാനും ചില ജില്ലകൾ യാദൃച്ഛികമായി തിരഞ്ഞെടുക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ജില്ലയിലും നിരവധി ഗ്രാമങ്ങളായി വിഭജിക്കണം. അതിൽ നിന്നും ഗ്രാമങ്ങളുടെ ഒരു സാമ്പിൾ യാദൃച്ഛികമായി തിരഞ്ഞെടുക്കുന്നു. മൂന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമങ്ങളിൽ ഓരോന്നിൽ നിന്നും നിശ്ചിത എണ്ണം കുടുംബങ്ങൾ റാൻഡം വൈസിൽ തിരഞ്ഞെടുക്കുന്നു. ഇതാണ് ഈ സാമ്പിളിംഗ് മെത്തേഡിൻ്റെ രീതി. വളരെ പ്രയോജനകരമായ ഒരു സാമ്പിളിംഗ് മെത്തേഡാണ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് മെത്തേഡ്. ഇനി നമുക്ക് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, നോൺ റാൻഡം സാമ്പിളിംഗിലേക്ക് പോകാം. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഈസ് ഓൾസോ നോൺ ആസ് നോൺ റാൻഡം സാമ്പിളിംഗ്, യാദൃച്ഛികമല്ലാത്ത സാമ്പിളിംഗ്. ഈ മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ സാമ്പിൾ രൂപീകരിക്കുന്നതിന് റാൻഡം സാമ്പിളിംഗ് പോലെ പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റിനും ഈക്വൽ ചാൻസ് നൽകുന്നില്ല എന്നുള്ളതാണ്. അതായത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ സാമ്പിൾ രൂപീകരിക്കുന്നത് അന്വേഷകന്റെ വിവേചന ബുദ്ധിയോ സൗകര്യമോ അനുസരിച്ചായിരിക്കും. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് തന്നെ 3 വിധത്തിലുണ്ട്: കൺവീനിയന്റ് സാമ്പിളിംഗ്, ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് ആൻഡ് കോട്ട സാമ്പിളിംഗ്. ആദ്യത്തെ മെത്തേഡ് കൺവീനിയന്റ് സാമ്പിളിംഗ്. ഹിയർ സാമ്പിൾ സെലക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ കൺവീനിയൻസ് ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റർ. ഇൻവെസ്റ്റിഗേറ്ററിന്റെ കൺവീനിയൻസിനനുസരിച്ചായിരിക്കും സാമ്പിൾ സെലക്ഷൻ ഈ മെത്തേഡ് അനുസരിച്ച് നടത്തുക. അടുത്ത മെത്തേഡാണ് ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്. പർപ്പസീവ് സാമ്പിളിംഗ് എന്നും ഇതിനെ പേര് പറയും. Under judgment sampling, the investigator deliberately chooses some items which he considers the true representative of the universe. അടുത്ത മെത്തേഡാണ് കോട്ട സാമ്പിളിംഗ്. Actually, it is a type of judgment sampling. In quota sampling, quotas are fixed according to some specified characteristics. അടുത്തതായി നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത സാമ്പിളിങ്ങിൻ്റെ വിവിധ രീതികളെല്ലാം സ്ക്രീനിൽ കാണുന്ന വിധം ഒരു ചാർട്ടായി നമുക്കൊന്ന് അവതരിപ്പിക്കാം. സാമ്പിളിംഗ് രീതികൾ 2 വിധമുണ്ട്: റാൻഡം സാമ്പിളിംഗ് ആൻഡ് നോൺ റാൻഡം സാമ്പിളിംഗ്.
Random sampling method consists of simple or unrestricted random sampling, restricted random sampling. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് രീതിയിൽ സാമ്പിൾ യൂണിറ്റുകളുടെ തിരഞ്ഞെടുപ്പ് രണ്ട് രീതിയിൽ നടത്താം. ലോട്ടറി മെത്തേഡ് ആൻഡ് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ്. അടുത്തത് റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ്. ഇവ മൂന്ന് തരത്തിലുണ്ട്: സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്. Non-random sampling methods consist of convenience sampling, judgment sampling and quota sampling. Yes, having discussed the various methods of sampling, now the question arises as to which method to adopt in a particular situation. A number of factors such as nature of the problem, size of the universe, size of sample, availability of finance, time, etc. would affect the choice of a particular method. ഇനി ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. വിവരശേഖരണവുമായി ബന്ധപ്പെട്ട ചില പിഴവുകളാണ് ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്. സാമ്പിളിംഗ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. സാമ്പിളിംഗ് പിഴവുകളും സാമ്പിളിംഗ് അല്ലാതെ ഉണ്ടാകുന്ന പിഴവുകളും. ആദ്യം നമുക്ക് സാമ്പിളിംഗ് എറേഴ്സ് എന്താണെന്നൊന്ന് നോക്കാം. പോപ്പുലേഷൻ്റെ യഥാർത്ഥ മൂല്യവും സാമ്പിൾ എസ്റ്റിമേറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് സാമ്പിളിംഗ് പിഴവ്. അതായത് കംപ്ലീറ്റ് എന്യൂമറേഷൻ രീതിയിൽ കിട്ടുന്ന മൂല്യവും സാമ്പിളിൻ്റെ മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് സാമ്പിളിംഗ് പിഴവ്. ഒരു എക്സാമ്പിളിലൂടെ ഞാനിത് കുറച്ചുകൂടി നിങ്ങളോട് വ്യക്തമാക്കാം. ഒരു ക്ലാസ്സിലെ 60 വിദ്യാർത്ഥികൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന് ലഭിച്ച മാർക്കുകളാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ വിദ്യാർത്ഥികൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള അഭിരുചി മനസ്സിലാക്കുന്നതിനായി അവർക്ക് ലഭിച്ച മാർക്കുകളുടെ ആവറേജ് എടുക്കണം. ഈ പറഞ്ഞ 60 കുട്ടികളുടെയും, അതായത് പോപ്പുലേഷനിലെ മുഴുവൻ ഐറ്റത്തിൻ്റെയും ആവറേജ് എടുത്താൽ 3120 ഡിവൈഡഡ് ബൈ 60 ഈസ് ഈക്വൽ ടു 52 എന്ന് ലഭിക്കും. ഇനി ഇതിൽ നിന്ന് 5 യൂണിറ്റുകളുള്ള ഒരു സാമ്പിൾ നിങ്ങൾ എടുക്കുന്നുവെന്ന് കരുതുക. ഉദാഹരണത്തിന് 39, 70, 82, 32, 17 എന്നീ 5 യൂണിറ്റുകൾ നമുക്കെടുക്കാം. ഇതിൻ്റെ ആവറേജ് എത്രയാണെന്നൊന്ന് നോക്കിക്കേ. 240 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 48. അതായത് പോപ്പുലേഷൻ മൂല്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 52ഉം സാമ്പിൾ മൂല്യം 48ഉമാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം 4ആണ്. ഈ വ്യത്യാസമാണ് സാമ്പിളിംഗ് എറർ. അതായത് സാമ്പിളിംഗ് എറർ ഈസ് ഈക്വൽ ടു ട്രൂ വാല്യൂ മൈനസ് എസ്റ്റിമേറ്റ് വാല്യൂ. More clearly, the difference between the actual value of a parameter of the population and its sample estimate is the sampling error. It is possible to reduce the magnitude of sampling error by taking a larger sample. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സാമ്പിളിംഗ് എറർ കുറയ്ക്കാൻ കഴിയും. വലിയ സാമ്പിളുകൾ എടുക്കുന്നതിലൂടെ നമുക്ക് സാമ്പിൾ പിഴവുകൾ പരമാവധി കുറയ്ക്കുവാനായി സാധിക്കും. ശരി, ഇനി നമുക്ക് സാമ്പിളിൻ്റെ സൈസ് ഒന്ന് വർദ്ധിപ്പിച്ച് നോക്കാം. മുമ്പേ നമ്മൾ 60 കുട്ടികളിൽ നിന്ന് സാമ്പിൾ സൈസായി 5 കുട്ടികളെയാണ് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ നമ്മൾ 5ന് പകരം സാമ്പിൾ സൈസ് ഒന്ന് വർദ്ധിപ്പിച്ച് 10 യൂണിറ്റുകളുള്ള ഒരു സാമ്പിൾ എടുത്ത് നോക്കുകയാണ്. ഉദാഹരണത്തിന് 39, 73, 50, 70, 61, 75, 18, 60, 32, 17. ഈ 10 യൂണിറ്റുകളുടെ ആവറേജ് എത്രയാണെന്നൊന്ന് നോക്കിക്കേ. 495 ഡിവൈഡഡ് ബൈ 10, 49.5. അതായത് ഇപ്പോൾ സാമ്പിൾ മൂല്യം 48ൽ നിന്നും 49.5 മാറി. അതായത് സാമ്പിളിംഗ് എറർ നമുക്ക് കുറയ്ക്കുവാൻ കഴിഞ്ഞു. Thus,
we can undoubtedly say that by taking a larger sample, it is possible to reduce the magnitude of sampling error. റിസർച്ചിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. അടുത്തതായി നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്താണെന്നൊന്ന് നോക്കാം. നോൺ സാമ്പിളിംഗ് എറേഴ്സ് ആർ ദ errors that arise at the stages of collecting and processing the data. വിവരശേഖരണവുമായി ബന്ധപ്പെട്ട പിഴവുകളാണ് സാമ്പിളിംഗ് ഇതര പിഴവുകൾ എന്ന് പറയുന്നത്. സാമ്പിളിംഗ് പിഴവുകളേക്കാൾ ഗുരുതരമാണ് സാമ്പിളിംഗ് അല്ലാതെ ഉണ്ടാകുന്ന പിഴവുകൾ. നോൺ സാമ്പിളിംഗ് എറേഴ്സ് ആർ മോർ സീരിയസ് ദാൻ സാമ്പിളിംഗ് എറേഴ്സ് because a sampling error can be minimized by taking a larger sample, but it is difficult to minimize non-sampling error even by taking a large sample. Some of the non-sampling errors are sampling bias, അന്വേഷകന്റെ പക്ഷപാത സ്വഭാവം. When there is some bias in the mind of the investigator, errors may occur in sampling. When the investigator wishes to exaggerate the figures, he would be approximate them at the next higher figure. This is an upward bias. Similarly, if he has a downward bias, he would be approximate them at the next lower figure by discarding some of the figures. A biased investigator can select such data which would suit his conclusions. നോൺ റെസ്പോൺസ് എറേഴ്സ്, വിവരദാതാക്കളുടെ പ്രതികരണമില്ലായ്മ. വിവരം നൽകേണ്ടയാൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയോ സാമ്പിളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആളെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴോ ആണ് വിവരദാതാക്കളുടെ പ്രതികരണമില്ലായ്മ എന്ന പ്രശ്നമുണ്ടാകുന്നത്. അടുത്തതായി എറേഴ്സ് ഇൻ ഡേറ്റ അക്വിസിഷൻ. ഡേറ്റ സമ്പാദനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രണ്ട് പ്രധാന തരം പിഴവുകളാണ് എറേഴ്സ് ഇൻ റെക്കോർഡിംഗ് ആൻഡ് എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്. എറേഴ്സ് ഇൻ റെക്കോർഡിംഗ്, ഡേറ്റ രേഖപ്പെടുത്തുമ്പോൾ വരുന്ന പിഴവ്. ഇൻ റെക്കോർഡിംഗ് ഡേറ്റ, the enumerators or the respondents may commit mistakes. For example, he or she may record 15 instead of 50 and so on. 50 പകരം 15 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതൊരു സീരിയസ് മിസ്റ്റേക്കാണ്. അടുത്തൊരു മിസ്റ്റേക്കാണ് എറേഴ്സ് ഓഫ് മെഷർമെൻറ്റ്, അളവുകളിൽ വരുന്ന പിഴവ്. സപ്പോസ് ദ ടീച്ചർ ആസ്ക്സ് ദ സ്റ്റുഡൻസ് ടു മെഷർ the length of the teacher's table. The measurement by the students may differ. The differences may occur due to differences in measuring tape, carelessness of the students, etc. ഇതോടെ കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന ഭാഗം ഇവിടെ പൂർണ്ണമാകുകയാണ്. താങ്ക് യു.